നടിയെ ആക്രമിച്ച കേസിൽ വിധി പകർപ്പ് ഇന്ന് പുറത്തുവരും. വിധി പകർപ്പ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും മേൽക്കോടതിയെ സമീപിക്കാനടക്കം കഴിയുക. ബിനിൽ, ഈ കുറ്റവാളികൾക്ക് എത്രത്തോളം പരമാവധി ശിക്ഷ എന്നതിനേക്കാൾ നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന മറ്റൊന്ന്, എന്തുകൊണ്ട് നടൻ ദിലീപ് ഇതിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്നതാണല്ലോ. അതുകൂടി ഇന്ന് ഈ വിധി പകർപ്പ് പുറത്തു വരുന്നതോടെ വ്യക്തമാകുമല്ലോ. തീർച്ചയായും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് 8ാം പ്രതിയെ വിട്ടയച്ചു എന്നതാണ് നമുക്ക് അറിയേണ്ടത്. അതിന്റെ കാര്യകാരണങ്ങൾ ഉത്തരവിന്റെ പൂർണ്ണരൂപം പുറത്തേക്ക് വരുമ്പോഴുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനെതിരെ എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടാകുമെന്നതും വളരെ നിർണായകമാണ്. കാരണം ദിലീപ് തന്നെ പറഞ്ഞിരിക്കുന്നത് താൻ ഈ കേസിൽ തന്നെ കുടുക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതാണ്. അങ്ങനെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ പാകത്തിലുള്ള എന്തൊക്കെ വിമർശനങ്ങൾ ഈ കോടതി ഉത്തരവിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചിലത് ദിലീപ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ദിലീപിന്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് വന്ന് ഈ ഭാഗത്ത് വെച്ചാണ് ദിലീപ് കൃത്യമായ പ്രസ്താവനയിലേക്ക് വരുന്നത്. അതായത് തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്. ആ ഗൂഢാലോചനയുടെ തുടക്കം മഞ്ജു ഇതിൽ ഗൂഢാലോചനയുണ്ട്, ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന നിലപാടെടുത്തതിന് പിന്നാലെ തനിക്കെതിരെ ഇതിൽ ഗൂഢാലോചന നടക്കുകയായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചേർന്നുള്ള ഒരു ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടന്നതെന്നതാണ് ദിലീപ് ആരോപിക്കുന്നത്. അങ്ങനെ ആരോപിച്ച് അതിൽ നിയമ നടപടിക്ക് പോകുമെന്ന് പുറത്തിറങ്ങിയ ശേഷം ദിലീപ് പറയുമ്പോൾ ആ വിധിയിൽ ദിലീപ് പ്രതീക്ഷിക്കുന്നത് പ്രോസിക്യൂഷനെതിരെ ചില വിമർശനങ്ങളാണ്. അതുണ്ടാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്തൊക്കെയെന്നത് പ്രോസിക്യൂഷന് നിർണായകമാണ്. കാരണം അവർക്ക് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകാനിരിക്കുന്നു. ആ അപ്പീൽ പോകുമ്പോൾ ഇതിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നതും ഇതിന്റെ എന്തുകൊണ്ട് 8ാം പ്രതിയിലെ വിട്ടുപോയിരിക്കുന്നു എന്നതും വളരെ നിർണായകമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, ആ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചനയാണ് കോടതി മുമ്പാകെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രതിസന്ധിയായി മാറുന്നതും ഇത്തരത്തിൽ ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. ഈ സംഭവത്തിലും അതുതന്നെയാണല്ലോ ഉണ്ടായതും. തീർച്ചയായിട്ടും ക്രിമിനൽ കേസുകളിൽ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. പ്രത്യേകിച്ച് ഈ കേസിൽ ഈ കൃത്യം നടക്കുന്ന സ്ഥലത്ത് ഇല്ലാത്തൊരാളാണ് ദിലീപ്. ഈ കേസിലെ ആദ്യ കുറ്റപത്രത്തിൽ സാക്ഷി പോലും അല്ലാത്തയാളാണ് ദിലീപ്. പിന്നീടാണ് ദിലീപ് ആണ് ഇതിന് പിന്നിൽ എന്ന് കണ്ടെത്തി പ്രോസിക്യൂഷൻ ദിലീപിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ ഗൂഢാലോചന കോടതി മുമ്പാകെ തെളിയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യവുമല്ല. അത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ കേസിൽ ദിലീപിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് അത് കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അവർ അപ്പീലിൽ വലിയ പ്രതീക്ഷ വഹിക്കുന്നുണ്ട്. അവർക്ക് ഈ കോടതി ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് തങ്ങളുടെ തെളിവുകൾ കോടതി സ്വീകരിക്കാതെ പോയത് എന്നത് മനസ്സിലാകുകയുള്ളൂ. അതിനനുസരിച്ച് വേണം അവർക്ക് അപ്പീൽ തയ്യാറാക്കാൻ. എന്തായാലും അപ്പീൽ പോകുമെന്ന കാര്യം തീർച്ചയാണ്. സർക്കാർ അതിനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസിൽ അപ്പീലുമായി സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന കാര്യം തീർച്ചയാണ്. അതിനുള്ള നിർദ്ദേശം, അതായത് അതിനുള്ള ശുപാർശ പോകേണ്ടത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നാണ്. ഈ വിധിന്യായം കിട്ടി അത് പരിശോധിച്ച് എന്തൊക്കെ കാര്യകാരണങ്ങളിലാണ് അപ്പീൽ പോകേണ്ടതെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്യും. അത് സർക്കാർ തലത്തിൽ പോയി അനുമതി വാങ്ങിയാൽ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ അതിൽ അപ്പീൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.